ചില ആളുകളെ നമ്മൾ ഹൃദയത്തിൽ നിന്ന് ഇറക്കി വെക്കേണ്ടി വരും. അത് നിസ്സാരമായ ഏതെങ്കിലുമൊക്കെ താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടിയല്ല. താൽക്കാലികമായ നമ്മുടെ താളത്തിനൊത്ത് തുള്ളാത്തതിന്റെ പേരിലുള്ള ഏതെങ്കിലും വിഷയത്തിനു വേണ്ടിയാകാൻ പാടില്ല ഒരാളെ കൽബി നിറക്കി വെക്കേണ്ടത്. മറ്റുള്ളവർക്ക് ഉപകാരമുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുമ്പോ ആ പ്രവർത്തനങ്ങൾ നമ്മൾ അവരിൽ നിന്നും ഒന്ന് പ്രതീക്ഷിച്ചുകൊണ്ടാകരുത് ചെയ്യേണ്ടത്. ഒരാൾക്ക് ഞാനൊരു നന്മ ചെയ്യുന്നു, അയാൾ നാളെ എനിക്ക് പ്രത്യുപകാരം ചെയ്യുമെന്നോ അല്ലെങ്കിൽ അയാളിൽ നിന്ന് എന്തെങ്കിലും എനിക്ക് പ്രത്യേകമായ ഒരു ആനുകൂല്യം കിട്ടുമെന്ന ഒരു പ്രതീക്ഷയും നമ്മൾ വെച്ചുകൊണ്ട് ആരോടും ഒന്നും ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ഉണ്ടായി പോയാൽ നമുക്ക് അകലം പാലിക്കാൻ കഴിയും. എന്നാൽ ചില ആളുകൾ അവരുടെ ലാഭത്തിനു വേണ്ടി അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളെയും ഒഴിവാക്കാറുണ്ട്. അത് പറ്റൂല, അത് ദീനിൽ ഒരിക്കലും യോജിച്ച കാര്യമല്ല. വിശുദ്ധ ഖുർആൻ, വിശുദ്ധ ഹദീസിൽ അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകൻ പറയുന്നു, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്, ആരെങ്കിലും ഒരാൾ വെറുക്കപ്പെട്ട ഒരു കാര്യം കണ്ടാൽ ചെയ്യേണ്ടത് എന്താണ്? ഫൽയുഗയ്യിറുഹു ബിയദിഹി, അവന്റെ കൈ കൊണ്ട് തടയണം. പറ്റുന്നില്ല, ഔ ബിലിസാനിഹി, അവന്റെ നാവ് കൊണ്ട് തടയണം. അവനോട് പറയണം. എന്നിട്ടും പറ്റുന്നില്ല, അല്ലെങ്കിൽ എന്നിട്ട് അത് അനുസരിക്കാത്തൊരു സാഹചര്യം, അല്ലെങ്കിൽ അത് അവന് ജീവന് ഭീഷണിയാണെന്നൊരു സാഹചര്യം വരുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഔ ബിഖൽബിഹി, അവന്റെ ഖൽബിൽ നിന്ന് അവനെ ഇറക്കി വിടണം. അവന്റെ ഹൃദയത്തിൽ നിന്ന് അവനെ സ്ഥാനം പറിച്ച് മാറ്റി നടണം. അത് ഹിജറയാണ്. ചില ആളുകളെ നമ്മൾ വെറുക്കുന്നത് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടിയാകണം. അൽ ഹബ്ബു ഫില്ലാ വൽ ബുഗ്ദു ഫില്ലാ, ഒരാളോട് ഇഷ്ടം, ഒരാളോടുള്ള വെറുപ്പ്, മറ്റതൊക്കെ ഭൗതികമാണ്.